നമസ്കാരം. ജ്യോതിഷത്തെ മനസ്സിലാക്കുക എന്ന വീഡിയോ സീരീസിൻ്റെ 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചന്ദ്രഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഗ്രഹസ്വഭാവം അനുസരിച്ച് പൂർണ്ണചന്ദ്രൻ ശുഭനും ക്ഷീണചന്ദ്രൻ പാപനും ആകുന്നു. സത്വഗുണ പ്രധാനനാകുന്നു ചന്ദ്രൻ. ചന്ദ്രൻ്റെ ദിക്ക് വടക്ക് പടിഞ്ഞാറ് ആകുന്നു. ചന്ദ്രൻ്റെ കാലം ശരത്ത് ആകുന്നു. രത്നം മുത്ത് ആകുന്നു. ലോഹം ഓട് ആകുന്നു. രസം ഉപ്പ് ആകുന്നു. പാലുള്ളതും അധികം പുഷ്പങ്ങൾ ഉള്ളതുമായ ചെടികൾ, ലതാദികൾ എന്നിവ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്നു. കാലാദികളിൽ നിമിഷം ആകുന്നു ചന്ദ്രൻ്റേത്. മാതാവ് ആകുന്നു ചന്ദ്രൻ്റെ ബന്ധുകാരകത്വം. കുളിമുറി ആകുന്നു ഗൃഹത്തിലെ ചന്ദ്രൻ്റെ സ്ഥാനം. വെളുപ്പ് ആണ് ചന്ദ്രൻ്റെ നിറം. വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാകുന്നു ചന്ദ്രൻ്റെ വസ്ത്രം. 8 കിരണങ്ങളാണ് ചന്ദ്രന് ഉള്ളത്. ദൃശ്യമായ ജലം ആകുന്നു ചന്ദ്രൻ്റെ ഗ്രഹ തത്വം. ചന്ദ്രൻ സ്ത്രീഗ്രഹമാകുന്നു. ചന്ദ്രൻ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. സൂര്യനും ബുധനും ചന്ദ്രൻ്റെ ബന്ധുക്കളാകുന്നു. മറ്റെല്ലാ ഗ്രഹങ്ങളും സമന്മാരുമാകുന്നു. ചന്ദ്രന് ശത്രുക്കൾ ഇല്ല. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രനെ ഹ്രസ്വൻ എന്ന് വിളിക്കുന്നു. ചന്ദ്രൻ്റെ കാരകത്വങ്ങൾ അഥവാ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ: രാജ്ഞി, മാതാവ്, ഉത്തമ സ്ത്രീ, കൃഷി, സുഖം, ചാമരം, ശംഖ്, കരിമ്പ്, സസ്യവർഗ്ഗങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, കണ്ണാടി, മനസ്സ്, മുഖലാവണ്യം, യശസ്, കാന്തി, രാത്രി എന്നിവയാകുന്നു. ചന്ദ്രൻ ഔഷധീശൻ എന്നും അറിയപ്പെടുന്നു. ചന്ദ്രൻ്റെ ദേവത ശക്തി അഥവാ ദുർഗാദേവിയാകുന്നു. ദുർഗാദേവിയുടെയും പാർവതീദേവിയുടെയും ക്ഷേത്രങ്ങളിൽ ചന്ദ്രദോഷശാന്തിക്കായി ദർശനം നടത്തുന്നത് ഉത്തമം ആകുന്നു. മനസ്സിൻ്റെ അധിപതി ആകുന്നു ചന്ദ്രൻ. ചന്ദ്രദോഷശാന്തി വരുത്തുന്നതിലൂടെ, ചന്ദ്രൻ ശക്തമാകുന്നതിലൂടെ മനസ്സും ശക്തമാകുന്നു. ചന്ദ്രൻ ശക്തമായാൽ മനസ്സുഖവും മനസ്സമാധാനവും കുടുംബസൗഖ്യവും കൈവരുന്നു. അടുത്ത ഭാഗത്തിൽ നമുക്ക് ചൊവ്വാഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അടുത്ത ഞായറാഴ്ച 5ാം ഭാഗത്തിൽ വീണ്ടും കാണാം.